കർത്താവിനായി പാരിലെന്റെ ജീവകാലമെല്ലാം പാർത്തിടുന്ന സ്തോത്രഗീതം പാടി, പാർത്തിടുന്ന സ്തോത്രഗീതം പാടി കർത്താവിനായി. ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ദൈവവചനത്തിൽ നിന്നും കർത്താവിൻ്റെ ദാസൻ വിനോദ് തോമസ് കോട്ടയം ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. മോർണിംഗ് വോയിസിലൂടെ ദൈവവചനം ശ്രവിക്കുന്ന എല്ലാ ബഹുമാന്യ സ്നേഹിതർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കട്ടെ. 1 തെസ്സലോനിക്കർ 2 അധ്യായത്തിന്റെ 2 വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുകയാണ്. നിങ്ങൾ അറിയും പോലെ ഞങ്ങൾ ഫിലിപ്പിയിൽ വെച്ച് കഷ്ടവും അവമാനവും അനുഭവിച്ചിട്ട് വലിയ പോരാട്ടത്തോടെ ദൈവത്തിന്റെ സുവിശേഷം നിങ്ങളോട് പ്രസംഗിപ്പാൻ ഞങ്ങളുടെ ദൈവത്തിൽ ധൈര്യപ്പെട്ടു ഇരുന്നു. പൗലോസ് അപ്പോസ്തലൻ തെസ്സലോനിക്ക വിശ്വാസികളോട് തങ്ങൾ എങ്ങനെയാണ് തെസ്സലോനിക്കയിൽ സുവിശേഷം അറിയിച്ചത്, ആ തെസ്സലോനിക്കയിൽ സുവിശേഷം അറിയിച്ചതിന്റെ രീതി വ്യക്തമാക്കുകയാണ് ഈ വേദഭാഗത്ത് ചെയ്യുന്നത്. ഒന്നാമതായിട്ട് ഭൂതകാലത്ത് സംഭവിച്ച കാര്യം പറയുകയാണ്. നിങ്ങൾ അറിയും പോലെ തെസ്സലോനിക്ക വിശ്വാസികൾ അറിഞ്ഞ ഒരു കാര്യമാണ്, അഥവാ പൗലോസും കൂടെയുള്ളവരും തെസ്സലോനിക്ക വിശ്വാസികളുമായി പങ്കുവെച്ച ഒരു കാര്യമാണ് ഇവിടെ പൗലോസ് പറയുന്നത്. അത് ഫിലിപ്പിയിൽ വെച്ചുള്ളതായ കഷ്ടവും അപമാനവും സഹിച്ച കാര്യമാണ്. അപ്പോസ്തലപ്രവൃത്തി 16 അധ്യായത്തിന്റെ 19-24 വരെയുള്ള വാക്യങ്ങളിൽ നാം അത് കാണുന്നുണ്ട്. 37 വാക്യത്തിലും അതിനെക്കുറിച്ച് പരാമർശനം നാം കാണുന്നു. ഫിലിപ്പിയിൽ പൗലോസും ശീലാസും തെറ്റായ ആരോപണങ്ങളിൽ പെട്ടു. അവരെ തെറ്റായ കാര്യം ചെയ്ത് അവർക്ക് തെറ്റായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ അവർക്കെതിരെ ശക്തമായ പീഡനം, അവരെ ഭയങ്കരമായിട്ട് അടിക്കുന്നതായി നാം കാണുന്നു. മൂന്നാമതായി അവരെ ഒരു തലവറയുടെ അകത്ത് ആമത്തിലിട്ട് ഇടുന്നതായി നാം കാണുന്നു. ഇങ്ങനെ റോമൻ പൗരന്മാരായിരുന്ന അവരെ വളരെ കഷ്ടതയോടും പീഡനത്തോടും കൂടെ ആക്കിയിരിക്കുന്ന ഒരു കാര്യമാണ് നാം അവിടെ കാണുന്നത്. ഇങ്ങനെ കഷ്ടം സഹിച്ചു, പീഡ സഹിച്ചു. സാധാരണഗതിയിൽ ആളുകൾ ഇത്രയൊരു വലിയ പീഡനവും കഷ്ടതയൊക്കെ സഹിച്ചാൽ കുറച്ച് നാളത്തേക്ക് ഒരു അവധിയെടുത്ത് ആ ക്ഷീണമൊക്കെ തീർക്കാൻ വേണ്ടി ഒരു അവധിയെടുത്ത് ശുശ്രൂഷയിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ പൗലോസും കൂടെയുള്ളവരും അങ്ങനെ ആയിരുന്നില്ല. ഇത്ര വലിയ പീഡ സഹിച്ചിട്ടും ഇത്ര വലിയ കഷ്ടം സഹിച്ചിട്ടും അവര് ശുശ്രൂഷയിൽ മുന്നേറുകയാണ് ചെയ്തത്. അതിന്റെ കാരണം എന്താണ്? ഇവിടെ പൗലോസ് പറയുന്നത്, അങ്ങനെ വലിയ പോരാട്ടത്തോടെയാണ് പൗലോസും ശീലാസും തിമോത്തിയോസും ഒക്കെ തെസ്സലോനിക്കയിൽ കർത്താവിന്റെ വേല ചെയ്തത്. ഇവിടെ പോരാട്ടം എന്നുപയോഗിച്ചിരിക്കുന്ന ഒരു കായിക അഭ്യാസത്തെ അല്ലെങ്കിൽ കായിക മേളയ്ക്ക് ഉപയോഗിക്കുന്നതായ ഒരു പ്രയോഗമാണ്. പൗലോസ് ക്രിസ്തീയ ജീവിതത്തിലെ പോരാട്ടത്തെക്കുറിച്ച് ഇങ്ങനെ പല ഭാഗത്ത് പറയുന്നതായി നാം കാണുന്നുണ്ട്. 1 കൊരിന്ത്യർ 9:24-27 വരെയും, ഫിലിപ്പി ലേഖനം അതിന്റെ 3 അധ്യായത്തിലെ 13-14 വാക്യങ്ങളിലും, അതുപോലെ 2 തീമോത്തിയോസ് 4:7 ഈ പ്രയോഗം നമുക്ക് കാണുവാൻ സാധിക്കും. ഒരോട്ടത്തോടെ ഉപമിച്ചിരിക്കുകയാണ്, ഒരു പോരാട്ടത്തോടെ ഉപമിച്ചിരിക്കുകയാണ്. പൗലോസ് പറയുകയാണ്, വലിയ പോരാട്ടം ഫിലിപ്പിയിൽ സഹിച്ചു എന്ന് മാത്രമല്ല, തെസ്സലോനിക്കയിലേക്ക് വരുമ്പോൾ അതിന്റെ 4 അപ്പോസ്തല പ്രവൃത്തി 17 അധ്യായത്തിന്റെ 4-7 വരെയുള്ള വാക്യങ്ങളിൽ അവർക്കെതിരെ കള്ളപ്രചാരണം നടത്തുന്നതാണ്, ഭൂലോകത്തെ കലഹിപ്പിച്ചവരാണെന്നും കൈസറുടെ നിയമങ്ങൾക്കെതിരെ സംസാരിക്കുന്നവരാണെന്നും, യേശുക്രിസ്തു എന്ന മറ്റൊരു രാജാവിനെ കുറിച്ച് പ്രസംഗിച്ച് അവർ കൈസറുടെ നിയമങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നവരാണ്, സംസാരിക്കുന്നവരാണ് എന്നൊക്കെ പറഞ്ഞ് തെറ്റായ ആരോപണങ്ങൾ അവർക്കെതിരെ വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ പലതരത്തിലുള്ള വലിയ പോരാട്ടം അവർക്കുണ്ടായിരുന്നു. എങ്കിലും അവർ മുന്നോട്ട് ഓടുകയാണ്. ഒരു പോരാട്ടത്തിൽ, ഒരു ഓട്ടത്തിൽ ഒരു കായിക താരം വിജയിക്കണമെങ്കിൽ 2 കാര്യങ്ങൾ ആവശ്യമാണ്. ഒന്ന്, അതിനുവേണ്ടിയുള്ള വലിയ സമർപ്പണം ആവശ്യമാണ്. മറ്റെല്ലാത്തിൽ നിന്നും ശ്രദ്ധ തിരിച്ച്
ആ കാര്യത്തിൽ പൂർണ്ണമായി കേന്ദ്രീകരിച്ചുകൊണ്ട് പിൻപുള്ളതിനെ മറന്ന് മുൻപുള്ളതിനായിട്ട് ആഞ്ഞുകൊണ്ടുള്ള ഒരു ജീവിതം. രണ്ടാമതായി അതിന് വലിയ ഊർജം ആവശ്യമാണ്. പൗലോസ് പറയാണ്, ഞങ്ങളുടെ ശ്രദ്ധ മുഴുവൻ ഞങ്ങളുടെ ശുശ്രൂഷയിലാണ്. ഞങ്ങൾക്ക് അതിനായിട്ടുള്ള ധൈര്യം, ഊർജം നൽകുന്നത് ദൈവമാണ്. അതാണ് അടുത്തതായിട്ട് പറയുന്നത്, ഞങ്ങൾ ദൈവത്തിൽ ധൈര്യപ്പെട്ടു. നിങ്ങളോട് ദൈവത്തിൻ്റെ സുവിശേഷം പ്രസംഗിപ്പാൻ ഞങ്ങൾ ദൈവത്തിൽ ധൈര്യപ്പെട്ടു. പൗലോസ് പറയാണ്, ഞങ്ങൾ തെസ്സലോനിക്കയിൽ ചെയ്തത് ദൈവത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കായിരുന്നു. വളരെ പോരാട്ടം ഉണ്ടായിരുന്നിട്ടും, വളരെ കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും പിന്മാറാതെ ദൈവത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുന്ന പൗലോസിനെ നമുക്കിവിടെ കാണാൻ സാധിക്കും. എത്ര നല്ല ഒരു മാതൃകയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. കഷ്ടതയുടെ മധ്യത്തിലും തളർന്നു പോകാതെ സുവിശേഷ ഘോഷണത്തിൽ മുന്നേറുകയാണ്. പ്രിയ ദൈവമക്കളെ, സുവിശേഷം പ്രസംഗിക്കേണ്ട ഒരു കാര്യമാണ്. സുവിശേഷം അത് മറ്റുള്ളവരെ അറിയിക്കേണ്ട ഒരു വസ്തുതയാണ്. ആ സുവിശേഷ ഘോഷണത്തിൽ മുന്നേറേണ്ടതിൻ്റെ ആവശ്യകത നമുക്കിവിടെ കാണുവാൻ സാധിക്കും. പ്രശ്നങ്ങളും പ്രതിസന്ധികളും സുവിശേഷ ഘോഷണത്തിൽ വരാം. എന്നാൽ ദൈവത്തിലുള്ള ധൈര്യം പൗലോസിനെ മുന്നോട്ട് നയിച്ചു. എന്താണ് ദൈവത്തിലുള്ള ധൈര്യം പൗലോസിന് നൽകിയത്? ഫിലിപ്പിയിൽ ആ കാരാഗൃഹത്തിലായിരുന്നപ്പോൾ അവിടെ സംഭവിച്ച കാര്യങ്ങളാണ്. പൗലോസും ശീലാസും അർദ്ധരാത്രിയിൽ ദൈവത്തെ പാട്ടുപാടി സ്തുതിച്ചു, ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവത്തെ മഹത്വപ്പെടുത്തി. അപ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി അവർ കണ്ടു. പെട്ടെന്ന് ഒരു ഭൂകമ്പം ഉണ്ടായി. കാരാഗൃഹത്തിന്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി, വാതിലുകളെല്ലാം തുറന്നു, തടവുകാരുടെ കയ്യിൽ നിന്ന് ശങ്ങലയെല്ലാം താഴെ വീണു. നോക്കുക, ദൈവത്തിന് വേണ്ടി കഷ്ടം സഹിച്ച ദൈവമക്കളെ, ആ പീഡനത്തിലൂടെ പ്രവർത്തിക്കുമ്പോൾ ഒരു ദൈവമുണ്ട്. ആ റോമൻ ഭരണാധികാരികൾ, ഫിലിപ്പിയിലുള്ള ഭരണാധികാരികൾ പൗലോസിനെയും ശീലാസിനെയും ബന്ധിക്കാൻ ശ്രമിച്ചപ്പോൾ ബന്ധനം അഴിക്കുന്ന ഒരു ദൈവം. കാരാഗൃഹത്തിലെ വാതിലുകൾ അവർ പൂട്ടിയപ്പോൾ കാരാഗൃഹത്തിലെ വാതിലുകൾ തുറക്കുന്ന ഒരു ദൈവം. മാത്രമല്ല, കാരാഗൃഹപാണി മനസ്സിലായ ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. ആ ദൈവത്തിൽ കാരാഗൃഹപാണിക്കും കുടുംബത്തിനും വിശ്വസിപ്പാനിടയായി. അങ്ങനെ അവർ രക്ഷിക്കപ്പെടുവാനും ദൈവഭാഗത്തേക്ക് വരുവാനും ഇടയായി. അങ്ങനെ തങ്ങളുടെ പ്രതിസന്ധിയുടെ പദ്ധതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവം തങ്ങൾക്കുണ്ട് എന്നുള്ള ധൈര്യം, ആ ദൈവം പിന്നെയും പ്രവർത്തിക്കുന്നവനാണെന്നുള്ള ഉറപ്പ് പൗലോസിനും കൂട്ടർക്കും ഉണ്ടായിരുന്നുകൊണ്ടാണ് അവര് ശുശ്രൂഷയിൽ പിന്മാറാതെ മുന്നേറിയത്. ദൈവത്താലുള്ള ധൈര്യം അവർക്ക് ഉണ്ടായിരുന്നു. പ്രിയ ദൈവമക്കളെ, ക്രിസ്തീയ ശുശ്രൂഷയിൽ, ക്രിസ്തീയ ജീവിതത്തിൽ നമുക്കൊരു പങ്കുണ്ട്. കഷ്ടങ്ങളും പ്രശ്നങ്ങളും ലോകം കൊണ്ടുവരാം. പോരാട്ടം ഉണ്ടാകും. ജഡത്തോടും ലോകത്തോടും പിശാചിനോടുള്ള പോരാട്ടം നമുക്കുണ്ട്. അതിന് ജയിക്കണമെങ്കിൽ വലിയ സമർപ്പണവും സ്വർഗീയമായ വലിയ ധൈര്യവും നാം പ്രാപിക്കണം, ബലം പ്രാപിക്കണം. നമ്മുടെ ശുശ്രൂഷയിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ പിന്തിരിഞ്ഞ് പോവാനല്ല, ദൈവത്തിന്റെ വേലയിൽ വർദ്ധിച്ചു വരുവാനാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഈ കാര്യം തെസ്സലോനിക്കയിലുള്ള ദൈവമക്കളോട് പൗലോസും കൂട്ടരും പറയുവാനിടയായി. തെസ്സലോനിക്കയിലെ വേലയിൽ ഫിലിപ്പിയിലെ അനുഭവം അവർക്കൊരു മുതൽക്കൂട്ടായിരുന്നു. എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും, എന്തെല്ലാം പ്രതിസന്ധികൾ വന്നാലും തങ്ങളെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്, തങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നു എന്നുള്ള ധൈര്യം ഫിലിപ്പിയിലെ ശുശ്രൂഷയിൽ നിന്ന് പൗലോസിനും ശീലാസിനും മനസ്സിലാക്കുവാൻ ഇടയായി. പ്രിയപ്പെട്ടവരെ, പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ ക്രിസ്ത്യ ജീവിതത്തിൽ വരാം. എന്നാൽ അവിടെ നാം തളർന്നു പോകേണ്ട ആവശ്യമില്ല, തളടിയായി പോകേണ്ട ആവശ്യമില്ല. ആ പ്രശ്നത്തിൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കർത്താവുണ്ട്. നമ്മെ സഹായിക്കുന്ന ഒരു കർത്താവ് ജീവിക്കുന്നു. ആ കർത്താവിൽ ധൈര്യപ്പെട്ട് കർത്താവിന്റെ പേരിൽ ഒരു പങ്ക് വഹിച്ച് മുന്നോട്ട് പോകാം. അവിടെ ഫിലിപ്പിയിൽ തളർന്നു പോകാതെ തെസ്സലോനിക്കയിൽ പൗലോസും കൂട്ടരും മുന്നേറിയതുകൊണ്ട് തെസ്സലോനിക്കയിലും തുടർന്ന് ബെരോവയിലും തുടർന്ന് അഥേനയിലും കൊരിന്തിലും എല്ലാം കർത്താവിന്റെ പേരിൽ തുടരുവാനും സ്ഥലസഭകൾ ഉണ്ടാകുവാനും ദൈവമക്കൾ ഉണ്ടാകുവാനും കാരണമായി. അതുകൊണ്ട് ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ നമുക്ക് കർത്താവിന്റെ വേലയിൽ വർദ്ധിച്ചു വരുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ.